ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സിലെ കേരള സിലബസ് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. നമ്മൾ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മുമ്പത്തെ വീഡിയോയിൽ കുറേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യൻ പോലാണ് ചെയ്യുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എ പോർഷൻ ഓഫ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ഈസ് ഗിവൺ. സിമ്പിൾസ് ആർ നോട്ട് റിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അവിടെ ABCD എന്നൊക്കെയാണ് സിമ്പിൾ തന്നിട്ടുള്ളത്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ്: which of these elements belong to the halogen family? Which are the transition elements? ഇത് നോക്കുന്നതിന് മുമ്പ് ടെക്സ്റ്റിലെ ഒരു കോളത്തിൽ കൃത്യമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ടെക്സ്റ്റിലെ ആ പേജ് ഒന്ന് നോക്കാം. ടെക്സ്റ്റിൽ ടേബിൾ 2.2 അതിൽ ഗ്രൂപ്പ് നമ്പറും അതിൻ്റെ ഫാമിലി നെയിമും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് താഴേക്കുള്ള ഗ്രൂപ്പ്. ആൽക്കലൈൻ മെറ്റൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. പിന്നെയുള്ള അടുത്ത 10 ഗ്രൂപ്പുകൾ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ അത് ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. പിന്നെ 13, 14, 15, 16, 17, 18th ഗ്രൂപ്പ് വരെ ബൊറോൺ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി, ഹാലജൻസ്, നോബിൾ ഗ്യാസ് അങ്ങനെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദീസ് എലമെന്റ്സ് ബിലോങ് ടു ദ ഹാലജൻ ഫാമിലി? ഹാലജൻ ഫാമിലിയിൽ ഏതൊക്കെയാണ്? അപ്പോൾ ഹാലജൻ ഫാമിലി നമ്മൾ കണ്ടു 17ാമത്തെ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. ഇതാണ് ഹാലജൻ ഫാമിലി. അപ്പോൾ ഹാലജൻ ഫാമിലിയിലുള്ളത് എമ്മും എന്നുമാണ്. അപ്പോൾ എം ആൻഡ് എൻ ഇതാണ് ഹാലജൻ ഫാമിലി. ബി ക്വസ്റ്റ്യൻ: വിച്ച് ആർ ദ ട്രാൻസിഷൻ എലമെന്റ്സ്? ട്രാൻസിഷൻ എലമെന്റ്സ് നമ്മൾ ആ ടേബിളിലത്ത് കണ്ടു 3ാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെ. അപ്പോൾ നമുക്കിവിടെ ഈ ടേബിളിൽ ജിയും എച്ചും മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രം എടുത്ത് കഴിഞ്ഞാൽ മതി. അപ്പം വിച്ച് ആർ ദ ട്രാൻസിഷൻ എലമെന്റ്സ്? അത് ജി ആൻഡ് എച്ച്. റൈറ്റ് ദ എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് 1 ഇൻ ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ആറ്റോമിക് സൈസ്. ഗ്രൂപ്പ് 1 എലമെന്റ്സ്. ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് ഒന്നാമത്തെ ഈ ഗ്രൂപ്പാണ്. ഈ ABCD ആണ് ഗ്രൂപ്പ് 1ലെ എലമെന്റ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ആറ്റോമിക് സൈസ് കുറഞ്ഞു വരുന്ന ഓർഡറിൽ വേണം എഴുതാൻ. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കാര്യമാണ്. മുകളിൽ നിന്നും താഴേക്ക് വരും തോറും ഷെല്ലുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ആറ്റോമിക് സൈസ് എന്ന് പറയുമ്പോൾ D മുതൽ A വരെ മുകളിലേക്ക് പോകുമ്പോഴാണ് ആറ്റോമിക് സൈസ് കുറയുന്നത്. താഴേക്ക് വരുമ്പോൾ ആറ്റോമിക് സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ D, C, B, A ഈ ഓർഡറിലാണ് ആറ്റോമിക് സൈസ് കുറഞ്ഞത്. ഇതിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് എലമെന്റ് ഹാസ് സ്മോളർ ആറ്റം B or I? അപ്പോൾ നമ്മൾ B എവിടെയാണ് നോക്കുക? B ഇവിടെ 2ാമത്തെ പീരീഡിലാണ് B ഉള്ളത്. അതുപോലെ I 2ാമത്തെ പീരീഡിൽ തന്നെ 13ാമത്തെ ഗ്രൂപ്പിലാണ്. അപ്പോൾ പീരിയോഡ് ടേബിൾ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ഇടത്തു നിന്നും വലത്തേക്ക് പോകുമ്പോൾ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം കൂടുമെന്നും അങ്ങനെ അവ തമ്മിലുള്ള അട്രാക്ഷൻ കൂടും. അപ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കുറയുമെന്നും, ലെഫ്റ്റ് ടു റൈറ്റ് ആറ്റത്തിന്റെ വലിപ്പം കുറയുമെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുമ്പത്തെ വീഡിയോയിൽ ഇത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ B ആണോ I ആണോ? വിച്ച് എലമെന്റ് ഹാസ് സ്മോളർ ആറ്റം? അപ്പോൾ ഇടത്തു നിന്ന് വലത്തേക്ക് പോകുമ്പോൾ ആറ്റം ചെറുതാവുകയാണ്. അപ്പോൾ B or I ൽ I ആണ് നമ്മുടെ ആൻസർ. അതാണ് ചെറിയ ആറ്റം. അടുത്ത ക്വസ്റ്റ്യൻ: റൈറ്റ് ദ എലമെന്റ്സ് ഓഫ് പീരീഡ് 3 ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ആറ്റോമിക് സൈസ്. ഇപ്പോൾ പീരീഡ് 3 നോക്കാം. 3ാമത്തെ പീരീഡ് ഇവിടെ C ഉണ്ട്, EF ഉണ്ട്, പിന്നെ ഇവിടെ J, N ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് ദ എലമെന്റ്സ് ഓഫ് പീരീഡ് 3 ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ആറ്റോമിക് സൈസ്. ഇൻക്രീസിംഗ് ഓർഡറിന് ആറ്റോമിക് സൈസ് കൂടി വരണം. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ആറ്റോമിക് സൈസ് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ് പോകുമ്പോൾ ആറ്റോമിക് സൈസ് കൂടി വരും. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഇൻക്രീസിംഗ് ഓർഡറിൽ വരുമ്പോൾ ഇവിടുന്ന് റൈറ്റ് ടു ലെഫ്റ്റ് എഴുതണം. ഇത് മുകളിൽ എഴുതുവാണ്. N, അതുപോലെ J, F, C ഈ ഓർഡറിലായിരിക്കും ഇൻക്രീസിംഗ് ഓർഡർ. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദീസ് ആർ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത് 2ാമത്തെ ഗ്രൂപ്പാണ്.
ഇവിടെ ഇയും എഫും ആണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഇ ആൻഡ് എഫ് അതാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എലമെന്റ് ഹാസ് 8 ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്സ് ഔട്ടർ മോസ്റ്റ് ഷെൽ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ളത് 18ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സ്. അപ്പൊ ഇവിടെ 18ാമത്തെ ഗ്രൂപ്പിൽ ആകെ തന്നിട്ടുള്ള എലമെന്റ് ഈ ഓ മാത്രം. ഫൈൻഡ് റിയൽ സിംബൽസ് ഓഫ് ഗിവൺ എലമെന്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ. അപ്പൊ നമുക്ക് പീരിയോഡിക് ടേബിൾ നോക്കിയിട്ട് കൃത്യമായിട്ടും ഏതൊക്കെയാണ് എലമെന്റ്സ് എന്ന് കണ്ടുപിടിക്കാം. ഇവിടെ ആദ്യത്തെ എലമെന്റ് എയിൽ തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന എലമെന്റ് ഫസ്റ്റ് ഗ്രൂപ്പിൽ ഫസ്റ്റ് പീരീഡ്, അതിവിടെ നമ്മുടെ ഹൈഡ്രജൻ ആണ്. സിമ്പിൾ പീരിയോഡിക് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എ. ഇനി ബി ലിത്തിയമാണ്, സിമ്പിൾ ഉണ്ട് Li. സി മൂന്നാമത്തെ പീരീഡ് ഒന്നാമത്തെ ഗ്രൂപ്പിൽ സി, ഇവിടെ സി സോഡിയമാണ് സി. ഡി ഡി നാലാമത്തെ പീരീഡാണ് ഫസ്റ്റ് ഗ്രൂപ്പിൽ, അത് പൊട്ടാസ്യം. ഇനി ഈ രണ്ടാമത്തെ ഗ്രൂപ്പാണ് രണ്ടാമത്തെ പീരീഡിൽ രണ്ടാമത്തെ ഗ്രൂപ്പിൽ, അത് ബെറിലിയം ഇ. ഞാൻ എളുപ്പത്തിന് ഇതിന്റെ മോഡൽ അടയാളപ്പെടുത്തുന്നു, അതായിരിക്കും കാണുമ്പോഴും മനസ്സിലാക്കാൻ എളുപ്പം, എടുത്തെഴുതുന്നില്ല. ഇനി എഫ് എഫ് മൂന്നാമത്തെ പീരീഡിൽ രണ്ടാമത്തെ ഗ്രൂപ്പിൽ മഗ്നീഷ്യം, ഇതാണ് എഫ്. ഇനി ജി നാലാമത്തെ പീരീഡിൽ ആറാമത്തെ ഗ്രൂപ്പിൽ, നാലാമത്തെ പീരീഡ് തന്നെ ആറാമത്തെ ക്രോമിയം, അതാണ് ജി. എച്ച് നാലാമത്തെ പീരീഡിൽ എട്ടാമത്തെ ഗ്രൂപ്പിൽ അയണാണ്, ഇതാണ് എച്ച്. ഇനി ഐ ബോറോണാണ്, 13ാമത്തെ ഗ്രൂപ്പ്, രണ്ടാമത്തെ പീരീഡിൽ 13ാമത്തെ ഗ്രൂപ്പിൽ. അതിൻ്റെ തൊട്ട് താഴെയാണ് ജെ അലൂമിനിയം. ഇനി കെ 15ാമത്തെ ഗ്രൂപ്പിൽ രണ്ടാമത്തെ പീരീഡിൽ, രണ്ടാമത്തെ പീരീഡ് 15ാമത്തെ ഗ്രൂപ്പ്, അതാണ് കെ നൈട്രജൻ. കെ കഴിഞ്ഞ് തൊട്ടടുത്ത ഗ്രൂപ്പിൽ എല് ഓക്സിജൻ. എം 17ാമത്തെ ഗ്രൂപ്പ്, സെയിം പീരീഡ് തന്നെ, രണ്ടാമത്തെ പീരീഡ് തന്നെ, 17ാമത്തെ ഗ്രൂപ്പിൽ ഫ്ലോറിൻ. ഓക്സിജൻ കഴിഞ്ഞിട്ട് ഫ്ലോറിൻ. എം കഴിഞ്ഞ് എൻ ഫ്ലോറിന്റെ തൊട്ട് താഴെയാണ് ക്ലോറിൻ, ഇതാണ് എൻ Cl സിമ്പിൾ. മൂന്നാമത്തെ പീരീഡ് 17ാമത്തെ ഗ്രൂപ്പ്. ലാസ്റ്റ് O, അത് നിയോൺ നോബിൾ ഗ്യാസ് ആണ്. 18ാമത്തെ ഗ്രൂപ്പിൽ രണ്ടാമത്തെ പീരീഡിൽ 18ാമത്തെ ഗ്രൂപ്പ്, ഇതാണ് നിയോൺ. ഇപ്പോൾ ഓരോന്നും സിമ്പിൾ ഞാൻ പ്രത്യേകം വിശദീകരിക്കുന്നില്ല, കാരണം പീരിയോഡ് ടേബിൾ തുറന്നു വെച്ചാൽ അതിൽ തന്നെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് എവിടേക്കാന്ന് മാർക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പീരിയോഡ് ടേബിൾ തുറന്നു വെച്ച് ക്വസ്റ്റിനും പീരിയോഡ് ടേബിളും തുറന്നു വെച്ചാൽ ആർക്കും വളരെ എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം.